ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് വോട്ടിംഗ് ഡേ ആണ്. അപ്പം ഞാനും ഉമ്മയും ഷാജും കൂടെ പോയി വോട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, തൃപ്പൂണിത്തുറയിലാണ് അപ്പോൾ നമ്മുടെ ബൂത്ത്. അപ്പം അവിടെ പോയി വോട്ട് ഇട്ടിട്ട് വരാം. അതിന് ശേഷം ഞാൻ പറയാം. അപ്പം പിന്നെ കുറച്ച് ലേറ്റായി, ഞാൻ ഓടിപ്പോകുന്നു, വോട്ടിടുന്നു, പിന്നെ നമുക്ക് വീണ്ടും കാണാം. ബൈ. അങ്ങനെ ഗൈസ്, വോട്ടിട്ടിരിക്കുകയാണ്. നമ്മൾ വോട്ടൊക്കെ ഇട്ട് നേരെ പനമ്പള്ളി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് എന്തെങ്കിലും വെജിറ്റേറിയൻ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. സോ എന്തായാലും ഗൈസ്, ഈ പ്രാവശ്യം അർഹതപ്പെട്ട പാർട്ടി ജയിക്കട്ടെ. അതായത് നമ്മുടെ നാടിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി വരണമെന്നേ നമുക്കൊക്കെ ആഗ്രഹമുള്ളൂ. ബിക്കോസ് അതിലങ്ങനെ വലിയൊരു പേഴ്സണൽ ചോയ്സും സാധനങ്ങളും പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. നാടിനും ഗുണം, മനുഷ്യർക്കും ഗുണം. അല്ലാതെ ഒരു എന്താ പറയാലോ, ഒരു ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്ന പൊളിറ്റിക്സും അതൊന്നും നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഇല്ല. അത് ഇനിയും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല രീതിയിലുള്ള മാനിപ്പുലേഷനും ആൾക്കാർ ചെയ്യാൻ നോക്കും, നമ്മളെ നാടിനെ അടിപ്പിക്കാനും തമ്മി തല്ലിപ്പിക്കാനും ആ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാക്കിപ്പിക്കാൻ പണ്ട് മുതലേ നമ്മൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഉള്ള പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പം അതിലൊന്നും വീഴാതെ നിൽക്കുന്ന ഒറ്റ ഒരു സംസ്ഥാനം എനിക്ക് തോന്നുന്നു നമ്മളെ കേരളം മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു സംഭവം ഇനിയും മുന്നോട്ട് പോട്ടെ ഗൈസ്. അപ്പം എന്തായാലും ഇനി വരുന്ന ഏത് സർക്കാരായാലും ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയും നമ്മുടെ നാടിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ബാലൻസ് ഉണ്ടല്ലോ, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ജീവിച്ചു വന്ന ഒരു നാടാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയിലല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് സംഭവം വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം അതിന് ഇപ്പം തന്നെ കുറച്ച് നാളായിട്ട് അത് കുറച്ചൊന്ന് മാറി വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു നേച്ചർ അത് മാക്സിമം തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ നാടിൻ്റെ ആ ഒരു ഐക്യം ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ആവട്ടെ ഇനി അങ്ങോട്ട് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ബൈ. നീ വോട്ട് ചെയ്താ? പിന്നെ പണ്ട് മുതലേ വോട്ടിട്ട് നടക്കുന്നവനാണ്. കൊച്ചിക്കാരനാണ്. എന്തൊരു വാച്ചറാ ഇത്? നത്തിങ്ങാണോ? CMF നത്തിങ്. വോട്ടൊക്കെ ഇട്ട് നിക്കറിട്ട് വന്നേക്കണോ? ഉള്ളിൽ ജിമ്മും നിക്കറും ഇട്ട് എപ്പോഴും സാധാരണ അങ്ങനെ കാണാൻ പറ്റും. ഇതെന്തോ ഇതെന്തോ ഓറഞ്ച് കളർ, മറ്റേ മരക്കഷ്ണത്തിന്റെ കളറാ. പ്രൊജക്ട് മേരിയില്ല, റോക്കി വാലോര സ്ട്രെസ് ബസ്റ്റർ. അതുകൊള്ളാട്ടാ. 3D പ്രിന്ററാണ് ഗൈസ്. കുരങ്ങനല്ല, ഏലിയൻ. കൊള്ളാം, നൈസ്, ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ ഓറഞ്ച് കളർ ആർക്കും മനസ്സിലാവില്ല. ഷാസിൻ്റെ ലോകം വാലോര. അതൊക്കെയാണ് ഉണ്ടാക്കുന്നതാണ് ഈ വീട്ടിൽ ഇരുന്ന് ഓരോരോ സാധനം ഉണ്ടാക്കി. 3D പ്രിന്റർ വീട്ടിലാണ് വാങ്ങിച്ചത്. ചിരി വ്ളോഗ് ചെയ്യുന്നവർക്കറിയാം അതിന്റെ പാട്. എന്തോ ബണ്ണ ഗൈസ്, ബട്ടർ ബൻ. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് വന്നിട്ട് ബട്ടർ ബന്നും വാങ്ങിച്ചോണ്ടാണ് വന്നത്. രാത്രിയാകുമ്പോൾ തന്നെ വയറുവേദനയെന്ന് പറയും, ക്രീം ബണ്ണൊക്കെ തിന്നിട്ട്. ഗൈസ്, ഈ വോട്ടിട്ട മഷി എങ്ങനെയാണ് നിങ്ങളൊക്കെ കളയുന്നത്? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? വോട്ടിട്ട മെഷീൻ അല്ല, വോട്ടിട്ട മഷി. ഈയടാ എൻ്റെ ചിരി. മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ നീ എല്ലാത്തിനും ചിരിക്കുന്നുണ്ടല്ലോ. മരുന്ന് കഴിച്ചില്ലേ? വേറെ വോട്ടിട്ട് വന്നേക്കാം. അങ്ങനെ എറണാകുളം ജില്ലയിൽ വോട്ടിടൽ പൂർത്തീകരിക്കുകയാണ് ഗൈസ്. വളരെ ശാന്തവും സമാധാനവുമായിട്ടുള്ള പ്രക്രിയയിൽ കൂടി നമ്മുടെ വോട്ടിടൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം ഗൈസ്. ഏത് പാർട്ടി ആയിരിക്കും നമ്മുടെ നാട് ഭരിക്കുന്നതെന്നുള്ളത് അറിയാനായിട്ട്. അത് ഏത് പാർട്ടി ആയാലും ഗൈസ് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് നമ്മളെ നാട്ടുകാരാണ് എല്ലാവരും. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ആരായാലും. സോ അതിൽ ഏറ്റവും അർഹതപ്പെട്ട, പിന്നെ നമുക്ക് വിശ്വാസമുള്ള പാർട്ടി തന്നെ വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയൊക്കെ വെച്ച് നമ്മൾ തന്നെ കാണുന്നതാണ് എന്തുമാത്രം നമ്മുടെ നാട് മാറിയിട്ടുണ്ടെന്നും എത്രമാത്രം ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോലും കേരളത്തിന് ഇപ്പോൾ ഒരു വളരെ നല്ലൊരു പേരുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭരിച്ച് വന്ന സർക്കാരുകളുടെ കഴിവെന്ന് തന്നെ പറയണം ഗൈസ്. ബിക്കോസ് അത്രമാത്രം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പല കാര്യങ്ങളിലും പുറകിൽ നിൽക്കുമ്പം നമ്മുടെ നാട്ടിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഡെവലപ്മെൻറ്റും നാട്ടുകാരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും
എല്ലാം മെച്ചപ്പെടുത്തുന്നതിൽ എല്ലാ രീതിയിലും നമ്മുടെ നാട്ടിൽ ഭരിച്ചിരുന്ന എല്ലാ സർക്കാരും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സോ ഈ പ്രാവശ്യവും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഏത് ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിലും അവരുടെ പണി നല്ലപോലെ ചെയ്യും. നമ്മളെ നാടിൻ്റെ വികസനം എന്തായാലും ഉറപ്പാക്കുന്ന തരത്തിലുള്ള എന്താ പറയുക സ്റ്റെപ്സ് ആയിരിക്കും അവരെടുക്കുന്ന. സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് സിസ്റ്റം. കേരളത്തിനെ പറ്റി അഭിമാനിക്കുന്ന ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഗൈസ് ഫോർ നമ്മുടെ ഭാവി പ്രോജക്റ്റുകൾ, നമ്മുടെ ഭാവി എന്താ പറയുക നമ്മുടെ നാടിൻ്റെ പുരോഗമനം പല രീതിയിലും ഇനിയും കുറേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്, മനസ്സിലായില്ല നമുക്ക്. അപ്പോൾ അത്ര ആ ഒരു സ്കോപ്പ് ഉള്ളപ്പോൾ നമ്മൾ എന്തായാലും വി ഷുഡിൻ ടേൺ എനി സ്റ്റോൺസ് അൺടേൺഡ് എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പം ചെയ്യാത്ത കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകളായിക്കോട്ടെ, അവിടെയൊക്കെ ഒരു ചേഞ്ച് വരും എന്ന് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി ടൂറിസം കേസ്. നമ്മളിപ്പം ടൂറിസം വളരെ നല്ല രീതിയിൽ എന്താ പറയുമല്ലോ, വേൾഡ് ടൂറിസ്റ്റുകളുടെയും ഈ വരുന്ന ഇൻഫ്ലുവൻസർമാരായിക്കോട്ടെ, വേൾഡിൽ നിന്ന് വരുന്ന ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കേരളത്തിനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഫീൽസ് പ്രൗഡ് ഫോർ ദാറ്റ് ഗൈസ്. ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ളതിൽ അഭിമാനിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് റിസൾട്ട് വരട്ടെ. അപ്പോൾ എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ഗുഡ് വിഷസ്. ജയം അർഹതപ്പെട്ടവർ ജയിക്കട്ടെ. ആൻഡ് തോറ്റവർ പിൻവാങ്ങേണ്ട ഗൈസ്. ബിക്കോസ് ഏത് രീതിയിലായാലും നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ജയം തോൽവി ഒരു വിഷയമല്ല. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആ ഒരു ഐക്യം കൊണ്ടാണ് ഗൈസ് നമ്മൾ ഇത്രയും നാൾ എത്തിയത്. ബിക്കോസ് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും മുൻപന്തി നിൽക്കുന്നവരാണ് മലയാളികൾ. സോ പാർട്ടി, മതം ഇതൊന്നും ഒരു ഡിഫറൻസ് ഇല്ലാതെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ നടക്കാൻ പറ്റുമോ അതിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മലയാളികളുടെ. സോ അതുകൊണ്ട് നമ്മളെല്ലാവർക്കും നന്മ നേരുന്നു ഗൈസ്. എല്ലാ പാർട്ടികൾക്കും, എല്ലാ രാഷ്ട്രീയ ആൾക്കാർക്കും. നമ്മളങ്ങനെ ഒരു ഡിഫറൻസ് നോക്കി ഇരിക്കുന്നില്ല. ഇതൊരു മത്സര സംഭവം ചിലപ്പോൾ പാർട്ടികളുടെ കാണും. പക്ഷേ നമ്മൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും നമ്മുടെ നാടിൻ്റെ ഗുണം ആരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും വർക്ക് ചെയ്യാൻ പോകുന്നതും അനുസരിച്ചാണ് ഗൈസ് നമ്മുടെ നാടിൻ്റെ വളർച്ചയും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാ പാർട്ടികൾക്കും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. അത് പറഞ്ഞുകൊണ്ട് എവിടെ നിർത്തുന്നു. ആൻഡ് നമുക്ക് കാണാം ഗൈസ് അടുത്ത വ്ളോഗിൽ. ബൈ.